നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രദർശനത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നീക്കം തുടങ്ങി. പ്രദർശനത്തിനായി ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ കീഴ്പ്പാടം വാർഡിൽ LDF-ന് ഉജ്ജ്വല വിജയം. CPM-ലെ PB പ്രശോഭ് വിജയിച്ച 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹളത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ തീപിടുത്തം. മഹാശിവരാത്രി ആഘോഷത്തിന് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. പട്ടാമ്പി കൈത്തലി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണത്തിന് ഒരുക്കങ്ങളായി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താൻ ഒരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പൂരപ്രദർശനത്തിന് സമാന്തരമായാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരപ്രദർശനത്തിന് നീക്കം തുടങ്ങിയത്. പ്രദർശനത്തിനായി ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇതുവരെയില്ലാത്ത ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിൽ തൃശൂർ പൂരം നടത്തിപ്പിനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് പൂരം പ്രദർശനത്തിലൂടെയാണ്. ഇതിന് സമാന്തരമായാണ് മറ്റൊരു പ്രദർശനം നടത്തുന്നതിനുള്ള ടെൻഡർ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചത്. ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത് എന്നിവരുടെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിച്ചിരുന്നു. 21-നാണ് സമാന്തര പ്രദർശനത്തിന് ടെൻഡർ ക്ഷണിച്ചത്. തൃശൂർ കോർപ്പറേഷന്റെ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള പള്ളിത്താമം ഗ്രൗണ്ടിലാണ് പ്രദർശനത്തിനുള്ള വേദിയായി തീരുമാനിച്ചിട്ടുള്ളത്. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 1-ആണ്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രദർശനം. പൂരപ്രദർശനമാകട്ടെ മാർച്ച് അവസാനം തുടങ്ങി മെയ് 25-ന് അവസാനിക്കും വിധമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൂരം പ്രദർശന തറവാടക സംബന്ധിച്ച തർക്കങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് പൂരം പ്രദർശനത്തിന് വെല്ലുവിളിയായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്പ്പാടം വാർഡ് LDF നിലനിർത്തി. CPM-ലെ PB പ്രശോഭ് 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വാർഡിലെ LDF-ന് 732 വോട്ടും BJP-ക്ക് 386 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 125 വോട്ടും ലഭിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിലെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ച് വീണ് തീപിടുത്തം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ സമീപത്ത് പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് CPM പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഞ്ചായത്തിനു മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ഇതിനിടയിൽ പടക്കത്തിൽ നിന്ന് തീപ്പൊരി സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ ഹോട്ടലിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഹാശിവരാത്രി ആഘോഷത്തിനൊരുങ്ങി പട്ടാമ്പി കൈത്തലി മഹാദേവ ക്ഷേത്രം. ലക്ഷം ദീപ സമർപ്പണങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ശിവരാത്രിയോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകുന്നേരം സംഗീതജ്ഞൻ ശരത് നയിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും. ശിവരാത്രി ആഘോഷത്തിനും ലക്ഷം നെയ്ദീപ സമർപ്പണത്തിനും പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ വിശേഷ പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ആയിരങ്ങളാണ് കൈത്തളി ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കുക. ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങാണ് ലക്ഷം നെയ്ദീപ സമർപ്പണം. വൈകുന്നേരം ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ 1,11,111 ചിരാതുകളിൽ ദീപം തെളിയിക്കും. ശിവമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലെ നെയ്ദീപ സമർപ്പണത്തിന് നിരവധി പേർ ക്ഷേത്രത്തിലെത്തും. ദീപാരാധനയ്ക്ക് ശേഷം വേദിയിൽ പ്രശസ്ത സംഗീതജ്ഞൻ ശരത് അവതരിപ്പിക്കുന്ന സംഗീതസാഗരം അരങ്ങേറും. കൈത്തലി ശിവരാത്രി നാളിലെ ലക്ഷ നെയ്ദീപം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം ഫെബ്രുവരി 26-ന് ബുധനാഴ്ച ആഹ്ലാദപൂർവ്വം നടത്തുകയാണ്. കൃത്യമായും 6 സോണുകളാക്കി തിരിച്ച് 1,11,111 ദീപങ്ങൾ ജ്വലിക്കത്തക്ക വിധം സംവിധാനം ചെയ്ത് ഗാലറികളിൽ സംവിധാനം ചെയ്ത്
സ്ഥിരമായി നമ്മൾ നടത്തിപ്പോരുന്ന വിധത്തിൽ തന്നെ ഈ വർഷവും ആഘോഷം നടത്തുകയാണ്. ലക്ഷനേദീപം ആദ്യ ദീപം ജ്വലിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി ആയിട്ടുള്ള സത്യധർമ്മൻ അടികളാണ്. 6:15 ആദ്യ ദീപം ജ്വലിക്കും. തുടർന്ന് എല്ലാ സോണുകളിലും ഉള്ള ഫയർ പോയിന്റുകളിൽ ഇത് ജ്വലിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7200 പന്തങ്ങൾ ജനങ്ങൾക്കിത് കത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭയിലെ നവീകരണം പൂർത്തിയായ വിവിധ റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട ആര്യഞ്ചിറ സ്കൂൾ വായനശാല റോഡിന്റെയും നീലാമലക്കുന്ന് പാറപ്പുറം റോഡിന്റെയും ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചത്. ഷൊർണൂർ നഗരസഭയുടെ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് 14-ാം വാർഡിലെ 9 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പട്ടികജാതി കോളനി റോഡാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. കുറേ കാലത്തെ പ്രശ്നം നേരിട്ട ഒരു റോഡിൻ്റെ പ്രതിസന്ധി നേരിട്ടൊരു പ്രദേശം കൂടിയാണ്. FCP ഫണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആര്യഞ്ചിറ സ്കൂൾ വായനശാല റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ഇതേ ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നീലാമലക്കുന്ന് പാറപ്പുറം റോഡ് നവീകരിച്ചത്. 14-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, വാർഡ് കൌൺസിലർ KM ലക്ഷ്മണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, മുനിസിപ്പൽ എഞ്ചിനീയർ സന്ദീപ്, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 9-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, കൌൺസിലർ KS ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, എഞ്ചിനീയർ സന്ദീപ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ആടുകളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്ക് ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തോടെ 2024-2025 സാമ്പത്തിക വർഷത്തിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5,60,60,000 രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ 44 വനിതകൾക്കും രണ്ടാം ഘട്ടത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 12 വനിതകൾക്കുമായാണ് ആടുകളെ വിതരണം ചെയ്തത്. ആടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇൻഷുറൻസ് തുകയായി 2,000 രൂപയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 75%, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50% സബ്സിഡിയും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വിതരണോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കോട്ടായി വെറ്ററിനറി സർജൻ ഡോക്ടർ റഷീദ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്പുറ TMSLP സ്കൂൾ 72-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക രാധാമണിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ സ്കൂൾ അങ്കണത്തിൽ PTA പ്രസിഡന്റ് P. ദിലീപ് പതാക ഉയർത്തി. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന വാർഷിക പൊതുയോഗം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതിന് സർവീസ് റോഡ് വേണം, അതുപോലെ തന്നെ KER വേണം. അങ്ങനെ പരിഷ്കരിച്ചിട്ടാണ് ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പിരിയുന്ന 37 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടീച്ചർ ഇന്ന് പിരിയുന്നത്. 37 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. 56 വയസ്സിൽ പിരിയണം. 37 കൊല്ലം ജോലി എടുക്കുക പറഞ്ഞാൽ 19 വയസ്സിൽ സർവീസിൽ കയറിയെന്നാണ്. അല്ലേ? 19 വയസ്സിൽ കയറി. അത് ഈ വിദ്യാലയത്തിലാണ് മഹാഭൂരിപക്ഷം 36 കൊല്ലം വരെ ചെലവഴിച്ചിരുന്നത്. അവരുടെ മുമ്പത്തെ തലമുറയെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അതിനേക്കാൾ പ്രയാസകരമേറിയ ഒരു സ്ഥിതിയിലാക്കുക. ഒരു കാലത്ത് അധ്യാപകന്റെ ജോലി എടുക്കാനൊന്നും ആളെ കിട്ടിയിരുന്നില്ല, മാഷപ്പണിക്ക് ആളെ കിട്ടിയിരുന്നില്ല. സേവനം എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത് പണി ഈ ജോലിക്ക് വന്നത്. 150-200 കൊല്ലം മുമ്പ് വിദ്യാലയം എടുക്കുമ്പോൾ ശമ്പളമില്ല, സേവനമല്ല, വസ്തുവില്ല. ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ല, ആനുകൂല്യം പ്രതീക്ഷിച്ചിട്ടല്ല, DA പ്രതീക്ഷിച്ചിട്ടല്ല, ബോണസ് പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. മഹാനുഭവന്മാരായ കുറേ ആളുകൾ, മനുഷ്യസ്നേഹികളായ ആളുകൾ തങ്ങളെപ്പോലെ മറ്റുള്ളവരും അക്ഷരജ്ഞാനമുള്ളവരാക്കി മാറ്റണം. അതുകൊണ്ട് അക്ഷരം പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട വിദ്യാലയങ്ങൾ.
ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി P. സിജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് മൈമുന സയ്യിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. മുൻ മാനേജർമാരെ ചടങ്ങിൽ ആദരിച്ചു. എൻഡോവ്മെന്റ് വിതരണം ഷൊർണൂർ AEO BT ബിന്ദു നിർവഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, കൗൺസിലർ P. ദിലീപ്, മുൻ നഗരസഭാ ചെയർമാൻ M. നാരായണൻ, മുൻ കൗൺസിലർ പുഷ്പലത, ഷൊർണൂർ BPC അജോയ് ശങ്കർ, മുൻ പ്രധാനാധ്യാപകൻ രാജൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ നീരജ്, സംഘാടക സമിതി രക്ഷാധികാരി MC ശങ്കരൻ, SSG പ്രതിനിധി ഖലീൽ, PTA വൈസ് പ്രസിഡന്റ് MP ശോഭ എന്നിവർ പ്രസംഗിച്ചു. രാധാമണി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ, കലാമണ്ഡലം അധ്യാപകൻ സുരേഷ് കാളിയത്തിന്റെ ഓട്ടൻതുള്ളൽ എന്നിവയുമുണ്ടായി. സ്കൂൾ മാനേജർ TK പ്രീത സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മൂലൂർ പഞ്ചായത്ത് മൂലൂർക്കര ALP സ്കൂളിൽ നിർമ്മിച്ച എറോബിക് കമ്പോസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 4 ലക്ഷം രൂപ ചെലവിലാണ് എറോബിക് കമ്പോസ്റ്റ് നിർമ്മിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവിലാണ് തുമ്പൂർമൂഴി മോഡലിൽ എറോബിക് കമ്പോസ്റ്റ് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2 സ്കൂളിലേക്ക് നമ്മൾ ഇങ്ങനത്തെ തുമ്പൂർമൊഴി കമ്പോസ്റ്റ് ബിന്ന് കൊടുത്തു. അതുപോലെ നമ്മൾ ഇപ്രാവശ്യം മുള്ളൂർക്കര സ്കൂളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തുമ്പൂർമൊഴി എറോബിക് കമ്പോസ്റ്റ് ബിന്നാണ്. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർ ദിവ്യ ദിവാകരൻ, പ്രധാനാധ്യാപിക ജ്യോതിലക്ഷ്മി, ജെൻസി, TV ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. SMF പാലക്കാട് ജില്ലാ നവോത്ഥാന സമ്മേളനം ബുധനാഴ്ച പട്ടാമ്പി നടക്കും. മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ CKM സാദിഖ് മുസ്ലിയാർ നഗറിലാണ് സമ്മേളനമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി പതാക ഉയർത്തും. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥന നടത്തും. സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റും SMF ജില്ലാ പ്രസിഡന്റുമായ നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് VAC കുട്ടിഹാജി ആമുഖ പ്രഭാഷണം നടത്തും. ആരാധനാ സംരക്ഷണ നിയമം, വഖഫ് ബില്ലും ഏക സിവിൽ കോഡും, സമസ്ത പിന്നിട്ട നാൾവഴികൾ, മഹല്ലുകൾ നമുക്ക് ശാന്തിതീരങ്ങളാക്കാം എന്നീ വിഷയങ്ങൾ യഥാക്രമം അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഡോക്ടർ KT ഹാരിസ് ഹുദവി കുറ്റിപ്പുറം എന്നിവർ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചർച്ച സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി E അലവി ഫൈസി കുളപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വഖഫ് ബില്ല്, ഏക സിവിൽ കോഡ് എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധ സംഗമം കൂടിയാകും സമ്മേളനമെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന തലത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ 11 ജില്ലകളിൽ നവോത്ഥാന സമ്മേളനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ, അതായത് ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ മർഹൂം CKM സാദിഖ് മുസ്ലിയാർ നഗറിൽ, അതായത് ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ പ്രൗഢമായ ഒരു പരിപാടി നടത്തപ്പെടുകയാണ്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി, ജനറൽ കൺവീനർ VAC കുട്ടിഹാജി, SMF ജില്ലാ ട്രഷറർ യൂസഫ് ഹാജി കാരക്കാട്, വൈസ് പ്രസിഡന്റ് ഹമീദ് ഹാജി പൊന്നങ്കോട്, സെക്രട്ടറി A സയ്യിദ്, വൈസ് പ്രസിഡന്റ് P സയ്യിദാലി മാസ്റ്റർ, TP ഉസ്മാൻ, ET റഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വിഷയത്തിൽ നടക്കുന്ന KNM ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് തുറന്ന സംവാദം സംഘടിപ്പിക്കും. നാസ്തിക മാനവികതയ്ക്ക് എതിരെ എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം BEM UP സ്കൂളിൽ വൈകുന്നേരം 6:30 സംവാദമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
തുറന്ന സംവാദത്തിൽ പ്രമുഖ വാഗ്മിയും പ്രഭാഷകനുമായ MM അക്ബർ പങ്കെടുക്കുമെന്ന് KNM ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KNM ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ജില്ലാ പ്രസിഡന്റ് NAM ഇസഹാക്ക് മൗലവി ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാനം പ്രവാചക മാതൃകയിലൂടെ എന്ന വിഷയത്തിൽ ഷെരീഫ് മേലേതിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഒറ്റപ്പാലം BM UP സ്കൂൾ ഗ്രൗണ്ടിൽ നാളെ ചൊവ്വാഴ്ച 6:30 മണിക്ക് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ MM അക്ബർ ഒരു തുറന്ന സംവാദത്തിൽ സംസാരിക്കും. മാനുഷിക മൂല്യങ്ങൾ, മതമൂല്യങ്ങൾ ഇവ മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ വിഷയത്തിൽ, ഈ സംവാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. MM അക്ബറിൻ്റെ നാളെ ചൊവ്വാഴ്ച 25-ാം തീയതി 6:30 വൈകുന്നേരം 6:30 നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. KNM ഒറ്റപ്പാലം മണ്ഡലം, കേരള നേതൃത്വ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ശീർഷകത്തിൽ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ PV ഹംസ, PP അബ്ദുൽ സലാം, KP അബൂബക്കർ, K മൊയ്തുട്ടി, ഇദ്രീസ് സൊലാഹി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രദർശനത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നീക്കം തുടങ്ങി. പ്രദർശനത്തിനായി ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ കീഴ്പ്പാടം വാർഡിൽ LDF-ന് ഉജ്ജ്വല വിജയം. CPM-ലെ PB പ്രശോഭ് വിജയിച്ച 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. കുന്നംകുളം ചൊവ്വല്ലൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹളത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ തീപിടുത്തം. മഹാശിവരാത്രി ആഘോഷത്തിന് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. പട്ടാമ്പി കൈത്തിലി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം നെയ് ദീപ സമർപ്പണത്തിന് ഒരുക്കങ്ങളായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.